ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലെ വാർഷിക ചികിത്സാ വർധനവ് ഏകദേശം 14% വരെ വരും. പറഞ്ഞു വരുന്നത്, നമുക്ക് ഒരുപക്ഷെ 3 അതിലധികമോ വർഷം മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് ഒരു വർഷം കൊണ്ട് മാത്രം ചികിത്സാ രംഗത്ത് ഉണ്ടാകുന്ന വർധനവ്. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം രോഗികളുടെ എണ്ണം ഗണ്യമായ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു രോഗം വന്നാൽ ചികിത്സിക്കേണ്ട പണം അല്ലെങ്കിൽ ഒരു മുൻകരുതൽ നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. തീർച്ചയായും ഒരു അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്യുന്നതിന് ഒരു തുകയേക്കാളേറെ ഒരു ആരോഗ്യ ഇൻഷുറൻസോ അത്യാവശ്യമാണ്. സ്ഥിരമായ 7 മുതൽ 8 മണിക്കൂർ ഉറക്കം, സ്ഥിരമായ വ്യായാമം, നല്ല ഭക്ഷണം, ധാരാളം വെള്ളം എന്നിവ ആരോഗ്യം ഉറപ്പാക്കുന്ന ഘടകങ്ങളാണെന്ന് നമുക്കറിയാം. മദ്യപാനം, പുകവലി, റെഗുലർ അല്ലാത്ത സ്ലീപ്പിംഗ് സൈക്കിൾ, വ്യായാമമില്ലായ്മ എന്നിവ നമ്മെ കൊല്ലുന്നവയാണെന്ന തിരിച്ചറിവും നമുക്കുണ്ട്. ഒരു കുടുംബത്തിന് ഒരു ഇൻഷുറൻസ് അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾ എടുത്തു വെക്കേണ്ട ഒന്നാണ്. ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെപ്പറ്റി തീർച്ചയായും ഞാൻ പറയാം. നിങ്ങളുടെ ആരോഗ്യത്തോളം പ്രധാനമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യവും. അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന എന്ത് കാര്യവും ശരിക്കും നിങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെയാണ്. അതിപ്പോ അച്ഛനാകാം, അമ്മയാകാം, സഹോദരനോ സഹോദരിയോ ആകാം. പലപ്പോഴും ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ടവർ നടക്കാൻ പോകുന്നതൊക്കെ കാണാനാകും, പക്ഷേ ജിമ്മിലേക്ക് അധികം പോകുന്നത് കാണാറില്ല. ശരീരത്തിലെ എല്ലാ പേശികൾക്കും ബലം കിട്ടാൻ നമ്മൾ ഓരോ പേശിക്ക് വേണ്ടിയും വർക്കൗട്ട് ചെയ്യേണ്ടത് പ്രധാനമാണ്. വിദേശ രാജ്യങ്ങളിൽ വർക്കൗട്ട് ചെയ്യുന്ന പ്രായമുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ ഭാര്യയും തീർച്ചയായും ഒപ്പം കൂട്ടണം. ആരോഗ്യം ഒരു ലോങ് ഡ്രൈവാണ്. അത് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും പ്രാധാന്യമുള്ളതും കൂടിയാണ്.